ഗൈസ്, അയ്യോ ദൈവമേ. ഗൈസ്, നമ്മൾക്ക് നാളെ ജൂനിയേഴ്സിൻ്റെ ലാബ് ലൈറ്റിംഗ് ആണ്. ലാബ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ലാബ് ലൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഫസ്റ്റ് ഇയർ തന്നെ നടക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ജൂനിയേഴ്സിൻ്റെ നാളെ. അപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അതിനെന്തെന്ന് പറയുന്നത്, ലാബ് ലൈറ്റിംഗ് അല്ല, നമ്മളെന്തിനാ വന്ന് വോളണ്ടിയേഴ്സ് പോലെ അങ്ങനെ. അപ്പോൾ ഇത്തവണയും നമ്മുടെ ബാച്ച് തന്നെ അതിന് വന്നത്. അപ്പോൾ അത് അതിൻ്റെ കുറച്ച് പരിപാടികൾ, അത് ഇന്നത്തെ കുറച്ചും നാളത്തെയും കൂടെ ഞാൻ ഒരു വീഡിയോ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൻ്റെ കോൺഫറൻസ് റൂമിലാണ്. ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ അവർക്ക് ലാമ്പ് ലൈറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക, അറേഞ്ച്മെൻറ്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ സീനിയേഴ്സിൻ്റെ ഗ്രാജുവേഷൻ ഇവിടെ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞത്. ഞാനിപ്പോൾ കാണിച്ചിരുന്നു. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ സീനിയേഴ്സിൻ്റെ, നീ ഏതാ, നമ്മുടെ സീനിയേഴ്സിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കൊണ്ടൊരു പണി. അശ്വി, അത് സിനിമാറ്റിക് ആക്ക് എന്ത് പ്രോഗ്രാം? അതില്ലായിരുന്നു. അയ്യ, അത് പറയല്ലേ. ഓക്കെ ഗായ്സ്, നമ്മൾ അടുത്ത പരിപാടി ലാമ്പ്, അതായത് അവർ കത്തിച്ചുകൊണ്ട് വരുന്ന ലാമ്പ് വെക്കാനുള്ള ഒരു സുന ഉണ്ടാക്കണം. ഓക്കെ, അതെല്ലാ വർഷം ഉണ്ടായിരുന്നു, നമുക്ക് ഉണ്ടാക്കാം. സുന റെഡി ആയിട്ടുണ്ട്, പ്ലീസ്. ആണ് നമ്മുടെ അടുത്ത പരിപാടി. അതായത് ചിലതൊക്കെ ഇങ്ങനെ ഇളക്കി വരും, ഇങ്ങനെ എടുത്താൽ. അപ്പോൾ അത് മൊത്തം ഇനി മാറ്റി നമ്മൾ നല്ലോണം ഒട്ടിക്കണം, അല്ലെങ്കിൽ നല്ല പറഞ്ഞു തന്നാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. സോ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ആ ഒരു കഠിനമായ പണിയുടെ ഇടയ്ക്ക് നമ്മുടെ തീപ്പെട്ടി ലൈറ്ററെല്ലാം തീർന്നു പോയിച്ചു. അപ്പോൾ നമുക്ക് നാളെയും കത്തിക്കാൻ വേണം. സോ നമുക്ക് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, ചായ എന്നാൽ ചായയും കുടിക്കാം. ഗൈസ്, മാച്ച് ബോക്സ് വാങ്ങിക്കാൻ വന്നിട്ട് ഞങ്ങൾ വാങ്ങി ഒരു 2 ബൈറ്റ്സ് വാങ്ങി, ഒരു മലായി ഷേക്ക്, മലായി അത് വാങ്ങി. ഞാൻ ഇതൊന്നും കഴിക്കാതെ തന്നെ അഡിക്റ്റാക്കി ഇടുകയാണ്. എൻ്റെ ഗൈസ്, ഞങ്ങളിത് വാങ്ങിക്കണമെന്നുള്ള ഇൻറ്റൻഷനോട് പോയതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കടയിൽ അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റേ കടയിൽ പോയത്. അതെ അതെ, അവിടെ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങാണ്ടിരിക്കാൻ പറ്റും, വിശന്നിട്ടാണ്. കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മളെ മാം അന്വേഷിച്ച് വിളിച്ച്, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ പോവും. നമ്മൾ സാധനം വാങ്ങിക്കണ്ട, മാച്ച് ബോക്സ് കത്തിക്കും. നമ്മൾ കത്തിക്കും. സക്സസ്ഫുള്ളി നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും പോയി. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ്. അത് കണ്ടോ, ഗ്രാജുവേഷൻ അതൊക്കെ മാറ്റും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഞങ്ങളിപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ റൂമിൽ. അവരൊക്കെ ഒരു ബ്രേക്കിന് പോയതാണ്. അപ്പം അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, മറ്റേ നമ്മൾ ഒട്ടിച്ച് വെച്ചായിരുന്നല്ലോ കുറച്ച് ക്യാൻഡിൽസ്, അപ്പോൾ അതെല്ലാം ഇളകി പോവുക. അപ്പം നമ്മൾക്കത് ഒന്നുകൂടെ നമ്മൾ ഒട്ടിക്കണം നല്ലപോലെ, അല്ലെങ്കിൽ നാളെ ഇതെല്ലാം കൂടെ ഇളകി വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അത് ചെയ്യണം, അത്രയും കൂടെ ഉള്ളൂ. പിന്നെ നമുക്ക് മറ്റൊരു കുടമുണ്ട്, അപ്പം അത് എടുക്കണം. പിന്നെ മാവല പറിക്കണം പോകുമ്പം. അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി. എനിക്ക് പോണം. അങ്ങനല്ല, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നാളെ ഇവിടെ ഇനി ഇതൊക്കെ അത് മാറ്റാം. പിന്നെ ഞങ്ങൾ നാളെ സാരിയാണ് കേട്ടോ, സാരി. മതിയായിരുന്നു, ഇപ്പൊ വ്ളോഗ് കത്തിയേനെ. നമ്മൾ നാളെ സാരി എടുക്കുക. നമ്മൾ നേരെ നാഗവല്ലിനെ പോലെ ഒരുങ്ങി വരും. ഓക്കെ, 8:45 സമയം. സ്നേഹനിധിയായ സീനിയർ എന്താ, പ്ലീസ് ഓപ്പൺ, ഡു യുവർ ഓൺ. അതെ, തുറന്നോ?
എന്താണ് പൊട്ടിക്കറച്ചന തെറിപ്പിക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ സമയം ഇപ്പോൾ 9:30. ആക്ച്വലി ഞങ്ങൾ 6 മണിക്ക് വിട്ടു, പക്ഷെ ഞങ്ങൾ പോയില്ല. അപ്പം എന്തായാലും നമ്മളിപ്പം തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ്. ഇന്ന് ഇത്ര ഉള്ളായിരുന്നു, ബാക്കി എല്ലാം നാളെയാണ്. അപ്പം നമുക്ക് നാളത്തെ വീഡിയോ കാണാം. ഹേ ഗായ്സ്, ഇന്ന് ലാമിനേറ്റിംഗ് ആണ്. നമ്മൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ ഇല്ല. നമ്മൾ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് ഈ സംഭവം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് റോസൊക്കെ കുത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്, നമുക്ക് കുത്തി കൊടുക്കും. ഇനിയും നമുക്ക് ഉള്ളിൽ ആയിരിക്കും ബാക്കി പരിപാടിയൊക്കെ. ഓക്കെ, I shall abstain from ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ചീഫ് ഗസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചില്ലേ, അപ്പോൾ ഇത് നമ്മളിനി ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് നിൽക്കാം. എന്നിട്ട് അവർ വരുമ്പോൾ നമ്മൾ വെൽക്കം പറയാത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ അവിടെ സ്റ്റേജിൽ നിന്നാണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് സൈഡിൽ നോക്കാം. ഓക്കെ, ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്താണ്? വെജ് റോൾ. ഓക്കെ, റോൾ, വെജ് റോളും ബദാം മിൽക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ലാമ്പ് ലൈറ്റിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ മറ്റേ നമ്മൾ കണ്ടല്ലോ, ലാമ്പ് കത്തിക്കുക, ഓർത്തെടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഫുഡിൻ്റെ ഇതാണ്. അപ്പം കണ്ടില്ല, അവര് ബ്ലറായി പോയി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഫുഡ് കഴിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ. കൂപ്പൺ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. കൂപ്പൺ ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റി എടുത്തുള്ളൂ. പക്ഷെ ഇപ്പൊ നോക്ക്, ഒന്ന് നേരെ ഞങ്ങൾക്ക് കൂപ്പൺ ഒന്നുമില്ല. ഓക്കെ ബൈ ഗായ്സ്, കൂപ്പൺ ഇല്ല, ഞങ്ങൾ കയറി പോവാണ്. ഓക്കെ ബൈ. ഫുഡ് ചിക്കൻ കറി, പിന്നെ തോരൻ, പിന്നെ പരിപ്പ് കറി, പിന്നെ കുറച്ച് അപ്പമുണ്ട്, ചോറും. ഫുഡ് കഴിച്ചെങ്കിൽ നമുക്ക് ഐസ്ക്രീം ട്രിപ്പ് നമ്പർ 2 സെക്ഷനാണ്. നമുക്ക് നമ്മുടെ ഫോട്ടോ സെക്ഷനും എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബാക്കി ഇനി അവിടെ കുറച്ച് അടുക്കി പറക്കി വെക്കാനുണ്ട്. ക്ലീൻ ചെയ്യാൻ വിളിക്കുന്നുണ്ട്, നമുക്ക് ക്ലീൻ ചെയ്യണം. ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ച് കോളേജിൽ കൊണ്ടുവയ്ക്കണം, എടുത്ത സാധനങ്ങളെല്ലാം. പിന്നെ നമ്മൾ വാടകയ്ക്ക് കുറച്ച് ആക്കോടൊക്കെ എടുത്ത് അതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ തിങ്കളാഴ്ച കൊടുക്കാൻ പറ്റും, പക്ഷേ അതെല്ലാം ഇപ്പോൾ കവറിലാക്കി നമുക്ക് കോളേജിൽ കൊണ്ട് തിരിച്ചു വയ്ക്കണം. ഓക്കെ ബൈ. നമ്മുടെ ഫുഡെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് തിരിച്ചൊന്നുകൂടി ഡ്രോമിൽ പോവാണ് പണിയെടുക്കാൻ. നമുക്ക് പോകാൻ മയിൽ വാഹനം എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും അതിൽ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ലാമ്പ് ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല ക്ഷീണമുണ്ട്. ഒന്ന് പോയി കുളിക്കുക, ഒന്ന് കിടക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഒന്നിനും കൊള്ളത്തില്ല തന്നെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ബൈ.